ഹായ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാനൊരു സിനിമ ആമസോൺ പ്രൈമിൽ കണ്ടു. സൈജു കുറുപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് സായി ചേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ച് നമ്മുടെ കൃഷ്ണദാസ് മുരളി ഡയറക്ട് ചെയ്ത ഭരതനാട്യം എന്ന സിനിമ. ശരിക്കും ഒരുപാട് ആളുകളെ പോലെ എനിക്കും തിയേറ്ററിൽ മിസ്സായ ഒരു സിനിമയാണ് ഭരതനാട്യം. പക്ഷേ ഇന്നലെ അത് OTT കണ്ടപ്പോൾ അത് വളരെ നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നി. കാര്യം ആ സിനിമ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സക്സസ് അർഹിക്കുന്ന ഒരു സിനിമയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടെന്നറിയില്ല, പക്ഷേ അത് തിയേറ്ററിൽ അത്ര വർക്കായില്ല. പക്ഷേ ഇന്നലെ OTT ആ സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള ഓൺലൈനിലുള്ള അഭിപ്രായങ്ങൾ കാണുമ്പം ഇതുപോലുള്ള ഈ OTT പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം ഇങ്ങനത്തെ സിനിമകൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാര്യം വീണ്ടും ഒരു സിനിമ തിയേറ്ററിൽ ഹിറ്റായ ഇമ്പാക്റ്റ് തന്നെ അതിനകത്ത് അഭിനയിച്ച ആളുകൾക്കും അതിൻ്റെ ഡയറക്ടേഴ്സിന് അതിൻ്റെ ടെക്നീഷ്യൻസിന് കിട്ടുന്നത് ശരിക്കും ഒരു സന്തോഷവാഹമായ കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ഡയറക്ഷൻ തന്നെയാണ്. എൻ്റെ എഴുത്തും ഡയറക്ഷനും കൃഷ്ണദാസ് മുരളി തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി തന്നെ അറിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എന്താണ് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അത് ലീഡിങ് ക്യാരക്ടർ ചെയ്ത് സായിച്ചേട്ടൻ ശരിക്കും എന്ത് മനോഹരമായിട്ട് സെറ്റിലായിട്ടെന്നറിയാം ക്യാരക്ടർ ഹാൻഡിൽ ചെയ്ത്. ശരിക്കും നമ്മൾ പണ്ട് ലാൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ഇങ്ങനെ കുറേ ഇതുപോലെ സിനിമകളുണ്ട്. ഒറ്റയ്ക്കൊരു കുടുംബം നോക്കുന്നില്ല, കുടുംബത്തിൻ്റെ മൊത്തം ഇമോഷൻസും ടേക്ക് ഓവർ ചെയ്യുന്ന അതൊക്കെ സായിച്ചേട്ടൻ വളരെ മെച്ചോർഡായിട്ട് വളരെ ക്ലാസി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സായികുമാറിൻ്റെ തന്നെ പറയേണ്ട, ബ്യൂട്ടിഫുള്ളാണ് സായിച്ചേട്ടൻ്റെ ഓരോ പെർഫോമൻസും, ഓരോ ചിരികളും ചെറിയ നോട്ടങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കലാരഞ്ജനി ചേച്ചി, അബ്രഹാം, സുധി സുരേഷ്, ഗംഗാ മീറ, അങ്ങനെ മണികണ്ഠൻ ചേട്ടൻ, നമ്മുടെ നന്ദു പുതുവാൾ ചേട്ടനൊക്കെ നന്നായി. അദ്ദേഹത്തിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്രയും ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ കൊടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുള്ളി അത് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് പുള്ളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ. നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരിൽ നിന്നും പുള്ളി അത്രയും ഒരു ലീഡായിട്ടുള്ള ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര രസമുണ്ട്. പിന്നെ ദിവ്യ എന്ന ഞാൻ പല സിനിമകളിലും കണ്ടപ്പോഴും ഭയങ്കര നോട്ട് ചെയ്ത നടിയാണ്. പക്ഷേ ഈ സിനിമയിൽ അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തത്. കാരണം ആ ഏരിയയ്ക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് ഇപ്പം മലയാള സിനിമയിൽ. അപ്പം ആ ഏരിയയ്ക്ക് അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ശ്രീജ ചേച്ചി, പിന്നെ ട്വിൻസായിട്ട് നമ്മുടെ ഡബ്ബിങ് ആയിട്ട് ശ്രീജ ചേച്ചിക്ക് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ 2 ട്വിൻസായിട്ട് അഭിനയിച്ച പിള്ളേരുണ്ട്, അവരൊക്കെ അടിപൊളിയാണ്. എന്തായാലും ടോട്ടലി നമുക്ക് തിയേറ്ററിൽ കൊടുക്കാൻ പറ്റാത്തൊരു സക്സസ് എന്തായാലും മലയാളികൾ ഉറപ്പായിട്ടും ഇത് OTTയിൽ വൺ ഹിറ്റാക്കി മാറ്റും. അത് അതിൻ്റെ മേക്കേഴ്സിനും കൃഷ്ണദാസിനും സായി ചേട്ടനും ഇനിയും ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.